പള്ളി പെരുന്നാളിന്റെ പ്രദക്ഷിണം പള്ളിയിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ഞാൻ ഇവിടെ ഹാജർ. കറക്റ്റ് ടൈമിലാണ് എത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രദക്ഷിണവും വാദ്യമേളങ്ങളും ആകാശവിസ്മയവും പള്ളിയിലെ ലൈറ്റിംഗും ഒക്കെയായി പള്ളിപ്പെരുന്നാൾ ഒരു സ്പെഷ്യൽ ഫീലാണല്ലേ. ചെറുപ്പം മുതലേ വർഷത്തിലൊരിക്കൽ പള്ളിപ്പെരുന്നാൾ കണ്ടു വളർന്നതാണെങ്കിലും ആ ഒരു സ്പെഷ്യൽ ഫീലിന് ഒരു കുറവുമില്ല. ചെറുപ്പത്തിലൊക്കെ ഐസ്ക്രീം വണ്ടിയും കളിപ്പാട്ടങ്ങളുടെ കടയും ഒക്കെയായിരുന്നു എനിക്ക് ഫേവറേറ്റ്. ഇപ്പൊ അത് അലങ്കാരങ്ങളും വാദ്യമേളങ്ങളും ആകാശവിസ്മയവും ഒക്കെയായി മാറി. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാലുകുത്താൻ സ്ഥലമില്ലാത്ത അത്രയ്ക്ക് തിരക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കഴുന്നെടുക്കൽ, അമ്പെഴുന്നള്ളിക്കൽ, പിന്നെ അടിമവെക്കൽ, ഇതൊക്കെയാണ് തിരുനാൾ ദിവസത്തെ പ്രത്യേക നേർച്ചകൾ. പെരുന്നാളിന് സ്പിരിച്വൽ സൈഡ് ഉണ്ടെങ്കിലും എന്റർടൈനിങ് സൈഡാണ് എന്നെ കൂടുതലും ആകർഷിച്ചിട്ടുള്ളത്. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഇപ്രാവശ്യത്തെ ആകാശവിസ്മയമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. കുട്ടിക്കാലത്തൊക്കെ കണ്ട വെടിക്കെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് വെടിക്കെട്ട്, അതായിരുന്നു ഇപ്രാവശ്യത്തെ ആകാശവിസ്മയം. ഓരോ ഫയർ വർക്സും ആകാശത്ത് തെളിയുമ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന ഫീൽ. എന്തായാലും ദേജാവു ആയിരിക്കില്ല, കുട്ടിക്കാലത്ത് കണ്ടത് ഓർമ്മ വന്നതാകാനാണ് ചാൻസ്.